100% രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾക്ക് അറിയാണ്ടാണ്. രാഹുൽ മാങ്കൂട്ടനും ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് നല്ല ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. ഈ പാലക്കാടുള്ള മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, രണ്ട് നീതി ഒരിക്കലും ചെയ്യരുത്. രണ്ട് നീതി 20 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി സന്ദർശിച്ചു രാഹുലിനെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിത്തെ കുറേ കൗൺസിലർമാരുടെ കാര്യങ്ങൾ പച്ചക്കള്ളാണ്. ഈ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. തൻ്റെ ഉണ്ടെങ്കിൽ മറ്റേ ഈ സതീഷ് മറുപടി പറയട്ടെ. 100% നിങ്ങൾ പരിശോധിച്ചോ. കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറിനുള്ളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ പാലക്കാട് MLA ആയിരുന്നില്ലേ, കൈപ്പത്തി അടയാളത്തിലല്ലേ രാഹുൽ ജയിച്ചത്. അതേ ആ പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഒന്നും ജില്ലാധ്യക്ഷന്മാരോ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകളെ ഒന്നും കണ്ടില്ലെന്നല്ല ഈ പ്രകടനത്തിൽ കാണാത്തതിന്റെ കാരണം അവർക്ക് ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ബാബു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞോളി. ഞാൻ വെല്ലുവിളിക്കുകയാണ്, KSU ജില്ലാ പ്രസിഡന്റ് മറുപടി പറയാൻ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ? ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. എനിക്ക് സ്ഥാനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മറുപടി പറയണം. എന്താ വെച്ചാൽ ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പുള്ള ആളുകളാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോഴും ആദ്യം ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഭ്യന്തര ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടത് ശ്രദ്ധമായിരുന്നു. അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഈ ആളുകളും ഇതേ അഭിപ്രായം ഉന്നയിച്ച ആളുകളല്ലേ? ഇപ്പോൾ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഞാൻ പേഴ്സണലായിട്ട് ഈ പറഞ്ഞ ജയഘോഷിനടക്കം ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കൊടുത്ത ആളാണ്. കൃത്യമായിട്ട് ഞാൻ പോഡ്കാസ്റ്റിൽ മെസ്സേജ് അയച്ചു കൊടുത്ത ആളാണ്. അപ്പോഴും ജയഘോഷിന് മറുപടി പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജയഘോഷൊക്കെ മറുപടികൾ ഇതിൽ കുറേ ആളുകൾക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും പറയുന്നു പാർട്ടിയെ പേഴ്സണലി കൊണ്ടാക്കുന്ന. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾ അങ്ങനെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിറങ്ങി രാഹുൽ മാങ്കൂട്ട് വന്നിറങ്ങി. ഞങ്ങളൊക്കെ രാഹുലിവിടെ വരണം സജീവമാകണം പറഞ്ഞ ആളുകളാണ്. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം അത് മുൻകൂട്ടി അറിയുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അതൊരു ഫാൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവർ ഫസ്റ്റ് തന്നെ അറിഞ്ഞ് അവർ കൈകാര്യം ചെയ്യുന്നത്. അല്ല, രണ്ട് ഘടകമാണ്. ഇപ്പോൾ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയാടിയാൻ വേണ്ടി ഇട്ടുകൊടുത്തത് ഇവരാണ്. രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാഹുലിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റാണ്. പിന്നെയാണല്ലോ 38-39 ദിവസമായി. ഫസ്റ്റ് ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാടുള്ളത്, കേരളത്തിലുള്ളത്. ഒരു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അയാളുടെ കൂടെ പോകുന്നത് കണ്ടത്. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ആറി തണുക്കുമ്പോൾ വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക. ഞാനിപ്പോഴും പറയുന്നു പാലക്കാടിനെ സംബന്ധിച്ചോളം മാത്തൂരുള്ള കണ്ണാടിയിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയില്ല BJP-കാരുടെ വോട്ടിൽ തന്നെയാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത്. CPM-ൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ രാഹുലിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാഹുലിൻ്റെ ഭാഗം രാഹുൽ എന്തായാലും പറയുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. രാഹുൽ സ്വന്തം ഭാഗം വിശദീകരിക്കും എന്ന് കരുതുന്നുണ്ടോ? കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കും ജനങ്ങളും 100% രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾക്ക് അറിയാണ്ടാണ്. രാഹുൽ മാങ്കൂട്ടനും ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് നല്ല ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. ഈ പാലക്കാടുള്ള മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, രണ്ട് നീതി ഒരിക്കലും ചെയ്യരുത്. രണ്ട് നീതി 20 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി സന്ദർശിച്ചു രാഹുലിനെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിത്തെ കുറേ കൗൺസിലർമാരുടെ കാര്യങ്ങൾ പച്ചക്കള്ളാണ്. ഈ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. തൻ്റെ ഉണ്ടെങ്കിൽ മറ്റേ ഈ സതീഷ് മറുപടി പറയട്ടെ.